ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളത്തെ ദിവസത്തെ 2 പ്രാധാന്യത്തെക്കുറിച്ചും നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചുമാണ്. അതിലൊന്ന് നാളെ സോമപ്രദോഷമാണ്. അതായത് തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തെയാണ് നമ്മൾ സോമപ്രദോഷം എന്ന് പറയുന്നത്. മറ്റൊന്ന് നാളെ 333 പോർട്ടൽ ഓണാവുന്ന ദിവസമാണ്. ഈ വർഷത്തെ അവസാനത്തെ 333 പോർട്ടലാണ്. നാളത്തെ പോർട്ടലിന് മറ്റൊരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യം തന്നെ സോമപ്രദോഷമായ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോമപ്രദോഷം ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പ്രദോഷം എന്ന് പറയുന്നത്. അതിൽ തന്നെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന പ്രദോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വെളുത്ത പക്ഷത്തിലെ തിങ്കളാഴ്ച വന്നിരിക്കുന്ന ഈ സോമപ്രദോഷം ഇന്ന് വരെ വ്രതം എടുക്കാത്തവർക്ക് വ്രതം ആദ്യമായി എടുത്തു തുടങ്ങാൻ പറ്റിയ ദിവസം കൂടിയിട്ടാണ്. നാളെ രാവിലെ 7:09 തന്നെ ത്രയോദശി തിഥി നമുക്ക് ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മൾ പ്രദോഷ വ്രതം എടുക്കേണ്ടത്. വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് രാത്രിയിൽ നോൺ വെജ് ഒന്നും കഴിക്കരുത്. അരി ആഹാരം പൂർണ്ണമായി ഒഴിവാക്കി മറ്റെന്തെങ്കിലും കഴിച്ച് നാളെ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാൻ മഹാദേവനെ, ഭഗവാന്റെ ശിവലിംഗമൊക്കെ വീട്ടിലുള്ളവർ അതിന് അഭിഷേകമൊക്കെ ചെയ്ത്, ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് ഭസ്മമൊക്കെ തൊട്ട് കൂവളത്തിലകൾ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച് ഓം നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്ന അത്ര നാളെ ജപിക്കണം. ഒപ്പം തന്നെ മൃത്യുഞ്ജയ മന്ത്രവും കഴിയുന്നത്ര പ്രദോഷ ദിവസം നമ്മൾ ജപിക്കണം. പ്രദോഷ ദിവസത്തെ ഏറ്റവും പ്രാധാന്യമുള്ള സമയമെന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യയാണ്. അതായത് നാളെ വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയും 6 മുതൽ 7:30 വരെയുമുള്ള ഒരു 3 മണിക്കൂർ സമയം. ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാന്റെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാൽ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം ലഭിക്കും. കാരണം ഭഗവാൻ മഹാദേവൻ പാർവതീ ദേവിയെ സിംഹാസനത്തിലിരുത്തി നന്ദി ഭഗവാന്റെ കുമ്പുകൾക്കിടയിൽ നിന്ന് നടനമാടിയ സമയം, ആ ഒരു സമയത്ത് ഭഗവാന്റെ ആ ഒരു താണ്ഡവ നൃത്തം കാണാൻ 33 കോടി ദൈവങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ 33 കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്തെ ക്ഷേത്ര ദർശനത്തിനും വളരെ പ്രാധാന്യമുണ്ട്. സോ നാളെ 4:30-ക്കും 7:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാൻ അഭിഷേകം ചെയ്യാം. അതിനായിട്ട് ജലധാര, അതുപോലെ തന്നെ പാലുകൊണ്ടുള്ള അഭിഷേകം, ഇളനീര് കൊണ്ടുള്ള അഭിഷേകം, ഭസ്മ അഭിഷേകം, നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ എന്താണോ പ്രാധാന്യം അഭിഷേകത്തിനായിട്ട് അത് നമുക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് മുല്ലപ്പൂ മാല. ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് പറിച്ച് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ കൊരുത്ത് ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം, വീട്ടിൽ ഭഗവാന് സമർപ്പിക്കാം. അതേപോലെ തന്നെ ഉറുമ്പുകൾക്ക് പച്ചരി അത് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. അടിപ്രദക്ഷിണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ ഭഗവാൻ ഒരു കൂവളത്തിലെയെങ്കിലും സമർപ്പിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഭസ്മം നമുക്ക് വാങ്ങിച്ച് സമർപ്പിക്കാം, ശംഖ് വാങ്ങിച്ച് സമർപ്പിക്കാം. ഭഗവാന്റെ ക്ഷേത്രത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ ഗർഭഗൃഹത്തിൽ ഭഗവാന് വിളക്ക്, കവരവിളക്ക് വാങ്ങിച്ച് സമർപ്പിക്കാം. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. കഴിഞ്ഞുപോയ പ്രദോഷത്തിൽ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദി ഭഗവാന് ഏറ്റവും ആദ്യം ശിവക്ഷേത്രത്തിൽ പോയാൽ നന്ദി ഭഗവാന് വേണം നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിക്കണം. മുല്ലപ്പൂ മാല സമർപ്പിക്കാം. ഭഗവാന് ചുറ്റും, അതായത് നന്ദിദേവന് ചുറ്റും 11 അല്ലെങ്കിൽ 21 ദീപങ്ങൾ കൊളുത്തി വെക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത്
അതൊക്കെ നാളത്തെ ദിവസം ചെയ്യണം. വ്രതം എടുക്കുമ്പം എല്ലാവർക്കും അറിയാം, ഉച്ചയ്ക്ക് ഉറങ്ങരുത്, നോൺ വെജ് കഴിക്കരുത്. വ്രതം നമുക്ക് പല രീതിയിൽ എടുക്കാവുന്നതാണ്. അതായത് ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. ആരോഗ്യം സമ്മതിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് എടുക്കാം. അതും പറ്റില്ലാത്തവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. ജലം മാത്രം കുടിച്ചുകൊണ്ടാണെങ്കിലും പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടാണെങ്കിലും ഇനി ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നവരാണെങ്കിലും അന്ന് സന്ധ്യയ്ക്ക് ശേഷം ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് തീർത്ഥം തരും. അത് വാങ്ങിച്ചു കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പഴവും ഇളനീരും ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അത് കഴിച്ചും വ്രതം അവസാനിപ്പിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ അന്ന് വൈകിട്ട് തീർത്ഥം കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. വ്രതം അവസാനിപ്പിച്ചു എന്ന് കരുതി നമ്മൾ അന്ന് നോൺ വെജ് ഒന്നും കഴിക്കരുത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് ഒന്നെങ്കിൽ വീട്ടിലല്ലെങ്കിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ച് കുടിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ പാരണ അവസാനിപ്പിക്കാം. അതിനങ്ങനെ ഇന്ന സമയമൊന്നുമില്ല, രാവിലെ ഒരു 9 മണിക്ക് മുൻപായിട്ട്. അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നാളെ ഞാൻ പറഞ്ഞല്ലോ, പ്രദോഷ സന്ധ്യയായ 4:30-ക്കും 7:30-ക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് നമുക്കിത് വീട്ടിലോ ക്ഷേത്രത്തിലോ പോയിരുന്ന് ചൊല്ലാവുന്നതാണ്. 33 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന ഭഗവാൻ മഹാദേവൻ്റെ ഒരു മന്ത്രമാണിത്. ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപായിട്ട് നമ്മൾ വ്രതമെടുക്കുന്നവരാണെങ്കിലും വ്രതമെടുക്കാത്തവരാണെങ്കിലും മനസ്സും ശരീരവും ശുദ്ധമാക്കി നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ ഒരു കൂവളത്തില എടുക്കുക. കൂവളത്തില കിട്ടാനില്ലാത്തവർ ഭസ്മം, ഒരല്പം ഒരു പിഞ്ചോ ഭസ്മം നമ്മൾ കയ്യിലെടുക്കണം. കൂവളത്തിലയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ. ഭസ്മമാണെന്നുണ്ടെങ്കിലും ഒരു പിഞ്ച് മതി. കാരണം ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നമുക്കിത് കഴിക്കണം. അപ്പോൾ കൂവളത്തിലയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കഴിക്കാനൊരു മടിയുണ്ടാവും. ഏറ്റവും പിഞ്ചായിട്ടുള്ള കൂവളത്തില എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതിയാവും. ഇനി ഭസ്മമാണെങ്കിലും ഒരു പിഞ്ച് മതി. ഭസ്മം കഴിക്കാവോ, അത് കൊള്ളാമോ, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ടാവും. നല്ല രീതിയിൽ ചാണകമൊക്കെ മയക്കി എടുക്കുന്ന ഭസ്മമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് കഴിക്കുന്നുള്ളത്. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമ്മളത് കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്കിത് കഴിക്കുന്നത് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നുള്ളവർ വീട്ടിലാണെങ്കിൽ ഭസ്മമാണോ കൂവളത്തിലയാണോ എടുത്തത് ഭഗവാന്റെ ഫോട്ടോയ്ക്കോ ശിവലിംഗത്തിനോ സമർപ്പിക്കുക. ക്ഷേത്രത്തിലാണെങ്കിലും അതേപോലെ തന്നെ നന്ദി ഭഗവാന്റെ അടുത്തായിട്ട് ഭസ്മമാണെങ്കിലും കൂവളത്തിലയാണെങ്കിലും സമർപ്പിച്ചേക്കുക. ഇനി ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം യങ് ശിവായ നമ. ഓം യങ് ശിവായ നമ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. ഒരുപാട് സ്പീഡിലും ഒരുപാട് സ്പീഡ് കുറച്ചുമല്ലാതെ ഒരു മീഡിയം ലെവലിൽ നമ്മളിത് ജപിക്കുക. ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭസ്മമാണെങ്കിലും കൂവളത്തിലയാണെങ്കിലും, ഭസ്മമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ട് വിരളും അതേപോലെ തന്നെ നമ്മുടെ തള്ളവിരളും കൂട്ടി ഒരു പിഞ്ച് കയ്യിലെടുത്ത് പിടിച്ച് ചൊല്ലിയാൽ മതിയാവും. ഇനി കൂവളത്തിലയാണെങ്കിൽ നമ്മുടെ വലതേ കയ്യിൽ പിടിച്ചിട്ട് ചൊല്ലിയാൽ മതിയാവും. ചൊല്ലിയതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ കഴിക്കുകയാണെങ്കിലും സമർപ്പിക്കുകയാണെങ്കിലും സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ പ്രദോഷ സന്ധ്യാസമയത്ത് ഇത് ചൊല്ലാൻ സാധിക്കാത്തവർക്ക് നാളത്തെ ദിവസം രാവിലെ 3 മണി മുതൽ രാത്രി 10 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചൊല്ലാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് പ്രദോഷ ദിവസമായ നാളെ ചൊല്ലേണ്ടത്. ഇനി കൂവളമരം അടുത്തുള്ളവർ കൂവളമരത്തിന് ജലം സമർപ്പിക്കുന്നതും തൊട്ടു തൊഴുന്നതും അതേപോലെ ദീപം തെളിയിച്ചു വെക്കുന്നതുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നാളെ 333 പോർട്ടൽ ഓണാണ്. സോ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്: നാളെ നമ്മുടെ ബ്രഹ്മമുഹൂർത്തമായ 3-നും 3:59-നും അല്ലെങ്കിൽ വൈകിട്ട് 3-നും 3:59-നും ഇടയ്ക്ക്, രാവിലെ അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ആ ഒരു സമയത്ത് ചെയ്യുക. അതിൽ തന്നെ 3:33 എന്നുള്ള സമയത്ത് ഇത് തുടങ്ങുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ല, 3 പ്രാവശ്യം മാത്രം നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ മതിയാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കണം. അങ്ങനെയല്ല, കൂവളത്തില കിട്ടാൻ സാധ്യതയുള്ളവരാണ്. അപ്പം മിക്കവർക്കും കൂവളത്തില കിട്ടും. അപ്പോൾ കൂവളത്തില കിട്ടുന്നവരാണെങ്കിൽ നല്ല വലിപ്പമുള്ള കൂവളത്തില നോക്കി ഒരെണ്ണം എടുക്കുക. കീറലുകളോ കീഴ്ച്ചിലുകളോ ഒന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂവളത്തില വേണം. കൂവളത്തില കിട്ടാനില്ലാത്തവർ ഒരു ചെറിയ പേപ്പർ എടുത്താൽ മതിയാവും. 3 പ്രാവശ്യം നമുക്ക് എഴുതിയാൽ മതിയല്ലോ. അതിനുശേഷം
എന്താണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, അതേപോലെ പീരിയഡ്സ്, പുല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂവളത്തിൽ എടുക്കേണ്ട പേപ്പർ മതിയാവും. നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ കാര്യം നമ്മൾ അതിലെഴുതണം. അതായത് ഇപ്പം നിങ്ങൾക്കൊരു 10,000 രൂപ വേണമെങ്കിൽ 10,000 രൂപ വേണമെന്ന് എഴുതേണ്ട 10,000 എന്നും മാത്രം ഓരോ ഇലയിലും എഴുതണം. നമ്മുടെ മനസ്സിലപ്പം നമ്മൾ ചിന്തിക്കണം നമുക്കത് കിട്ടി എന്നുള്ളത്. വിവാഹം, ജോലി, ദാമ്പത്യ സൗഖ്യം, ആരോഗ്യം, അങ്ങനെയുള്ള എന്ത് കാര്യവും നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. ആ പർട്ടിക്കുലർ വാക്ക് മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ പേപ്പറിലാണ് എഴുതുന്നതുണ്ടെങ്കിൽ 1, 2, 3 ആദ്യം തന്നെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം, പണമാണെങ്കിൽ 10,000 രൂപ, വിവാഹമാണെങ്കിൽ വിവാഹം, ജോലിയാണെങ്കിൽ ജോലി. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണണം നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച പോലൊരു ജോലി കിട്ടുന്നത്, വീട് വെക്കുന്നത്, വാഹനം മേടിക്കുന്നത്, നല്ല ആരോഗ്യം, ദാമ്പത്യം നന്നായി പോകുന്നത്. അങ്ങനെ കൂവളത്തിലയിൽ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടേക്കുക. ഇനി ശിവക്ഷേത്രം വീടിനടുത്തില്ല, പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ പോകാൻ പറ്റുന്നു അപ്പോൾ ഇട്ടാൽ മതിയാവും. ഇനി പോകാനേ പറ്റില്ല എന്നുള്ളവർ വീട്ടിലുള്ള ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ ശിവലിംഗത്തിന് മുൻപിലോ അത് സമർപ്പിച്ചേക്കുക. പേപ്പറാണെന്നുണ്ടെങ്കിൽ എഴുതി അപ്പോൾ തന്നെ അത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിച്ചേക്കുക. ഇവിടെ കൂവളത്തിലേൽ എഴുതുമ്പം നമ്മുടെ പ്രപഞ്ചം സാക്ഷാൽ മഹാദേവനാണ്. അതുകൊണ്ട് തന്നെ അത് ഭഗവാനെ സമർപ്പിച്ചാൽ മതിയാവും. പിന്നെ ആ കൂവളത്തില ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ സമർപ്പിക്കുന്നു, ആ കൂവളത്തില അതിന് ശേഷം ഇപ്പം നാളെ തിങ്കളാഴ്ച നമ്മളിത് എഴുതി ഭഗവാന് സമർപ്പിച്ച ശേഷം ആ കൂവളത്തില സാധാരണ പൂക്കൾ ഡിസ്പോസ് ചെയ്യുന്ന പോലെ ഡിസ്പോസ് ചെയ്യാതെ അത് പ്രത്യേകമായിട്ടെടുത്ത് വീട്ടിലുള്ള ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ടേക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ അത് ഭണ്ഡാരപ്പെട്ടിയിൽ ഭഗവാന് നമ്മൾ സമർപ്പിച്ചു. പേപ്പറാണെന്നുണ്ടെങ്കിൽ അത് എഴുതി അതിന് ശേഷം അപ്പോൾ തന്നെ കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിച്ചാൽ മതി. കൂവളത്തിലയിൽ എഴുതുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പേപ്പറിൽ എഴുതുന്ന ആർക്കും തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഏതൊരു സമയത്തും എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്. സമയം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ചെയ്യണം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ ദിവസം നമ്മളിത് ചെയ്യുമ്പം അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.